ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ വീട്ടിൽ ചെറിയൊരു തേനീച്ച കൂടുണ്ട്, ചെറുതേൻ്റെ കൂട്. അത് വീടിൻ്റെ ബാക്കിൽ ഷീറ്റ് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പൈപ്പിലാണ് ഇവർ കൂട് കൂട്ടിയേക്കണത്. അപ്പോൾ അത് നമുക്ക് ഒരു കെണിക്കൂട് വെച്ച് സെറ്റ് ചെയ്ത് നോക്കാം. കിട്ടുമെന്ന് നോക്കാം, ഉറപ്പില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കൂട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വന്നിട്ട് 14 ഇഞ്ചും വീതി വന്നിട്ട് 4 ഇഞ്ചും ഹൈറ്റ് ഒരു ബോക്സിൻ്റെ വന്നിട്ട് 2 ഇഞ്ചും. അങ്ങനത്തെ ഒരു ബോക്സും പിന്നെ ഒരു ബോക്സും കൂടി പണിത് രണ്ടും കൂടി കൂട്ടി ചേർക്കാണ് ചെയ്യുന്നത്. അതേപോലെ ഈ കൂടിൻ്റെ ബാക്കിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്യൂബ് കണ്ടില്ലേ, ഇത് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുമാതിരി ഈ ട്യൂബ് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ അത് റോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ബ്ലാക്ക് ഇൻസുലേഷൻ ടേപ്പും മഞ്ചുണ്ട്. പിന്നെ നമുക്ക് ടാഗ് വേണം. അത് ഈ ബോക്സിൽ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഞാൻ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, അതേമാതിരി ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഇരിക്കുന്നത് വാക്സ് ആണ്. അത് മുന്നൊരു തേനീച്ച കൂട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാക്സ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്, ഈ ബോക്സിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതേ നമ്മുടെ ആ ബോക്സിൻ്റെ ബാക്കിലുള്ള ഹോളിൽ നമ്മൾ ഈ ട്യൂബ് കയറ്റാൻ പോവാണ്. ട്യൂബ് ഓൾറെഡി ഞാൻ സെലോടേപ്പ് ചുറ്റിയിട്ടുണ്ട്. അത് ഈ മൗത്ത് വരണ ഭാഗത്ത് കുറച്ച് കട്ടിക്ക് ചുറ്റി വെച്ചേക്കാം. അപ്പോൾ ആ ട്യൂബ് തള്ളിയത് തന്നെ കുറച്ച് ടൈറ്റായിട്ടിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഗ്യാപ്പൊന്നും വരില്ല. ഇങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ടിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ തേനീച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലോ ടേപ്പ് ഈ കൂടിന് ചുറ്റും നമ്മൾ ചുറ്റണം. കാരണം ഇത് ബോക്സ് ടാഗ് വെച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചുറ്റി കഴിയുമ്പോൾ ഇതേമാതിരി ഇരിക്കും. ഇനി നമുക്കിത് ഫിക്സ് ചെയ്യേണ്ട പരിപാടിയാണ് വരുന്നത്. അപ്പോൾ എല്ലാ സൈഡും നമ്മൾ നല്ല രീതിക്ക് സെല്ലോ ടേപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്സ് നമുക്ക് ഈ കൂടിൻ്റെ മൗത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. കാരണം തേനീച്ചയ്ക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞതായി ഇതെങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ഓൾറെഡി ആ ട്യൂബ് അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. തേനീച്ച ഓൾറെഡി വന്ന് തുടങ്ങി. ഇത് നമ്മൾ വെച്ചത് വൈകുന്നേരമാണ്. അതാണ് നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത്. നമ്മൾ രാത്രിയാണ് ഫിക്സ് ചെയ്തത്. അപ്പോൾ രാവിലെ തേനീച്ച ഓട്ടോമാറ്റിക് പുറത്ത് പോകുന്നത് ഈ ബോക്സ് കൂടി ആയിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെ പോയി തിരിച്ചവർ ഈ വഴി തന്നെ ഉള്ളിലോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ട്യൂബിൻ്റെ ഇവിടെ നോക്കി കാണാൻ പറ്റും. ഫോക്കസ് അത്ര ആവണില്ല, എന്നാലും കാണാൻ പറ്റും. ഈച്ചകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് കാണാമല്ലോ. അപ്പോൾ ഓൾറെഡി അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ വഴി ഔട്ട് എന്നുള്ളത്. അപ്പോൾ അവരങ്ങനെ വരും. ഇനി ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഇവർ മൊത്തത്തിൽ കൂട് മൊത്തം ഇത്രയും ദൂരം പോകണ്ടേ, അതുകൊണ്ട് കൂട് മൊത്തം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ ഇവർ ഈ പറഞ്ഞ ബോക്സിൻ്റെ ഉള്ളിൽ പാലം കെട്ടി പഴയ കൂട് തന്നെ യൂസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ട്രാവൽ മതിയാക്കും. അല്ലെങ്കിൽ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഇവരെല്ലാം കൂടി പറന്നു പോകും. അപ്പോൾ നമ്മളെന്തായാലും ഇത് ഇനി ഒരു 4 മാസം കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവർ എന്താണ് അവസ്ഥ എന്നുള്ളത്. കൂട് മാറി ഇങ്ങോട്ട് വരുമോ, അല്ലെങ്കിൽ പറന്നു പോയിട്ടുണ്ടാവോ, അല്ലെങ്കിൽ അവർ പാലം കെട്ടിയിട്ടുണ്ടാവോ എന്ന് അപ്പം അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.